കാമുകനൊപ്പം ജീവിക്കാനായിട്ട് മാസങ്ങൾ മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ ഭിത്തിയിലടിച്ചു കൊന്ന അമ്മ ശരണ്യക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 5 വർഷം മുമ്പാണ് ഈ ഒരു കേസ് ഉണ്ടാവുന്നത്. അതിന്റെ വിധി വന്നതോ ഇപ്പോൾ. അതും കൊടുത്തിരിക്കുന്ന മാക്സിമം ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം. നമ്മുടെ നാട്ടിലെ സർക്കാരും നമ്മുടെ നിയമവും ഒക്കെ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? 5 വർഷം ഈ ഒരു കേസിന്റെ വിധി പറയാനായിട്ട് കാത്തു നിന്നു. എന്നിട്ട് പറയുന്നത് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ ജീവപര്യന്തമാണെന്ന്. മറ്റേതെങ്കിലും രാജ്യങ്ങളിലാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഒരു പെണ്ണുമ്പുള്ളി ഇപ്പൊ ജീവനോട് ഇരിപ്പുണ്ടാവില്ല, അപ്പൊ തന്നെ തല്ലിക്കൊന്നിട്ടുണ്ടാവും. ഈ ഈ ഒരു കേസിന്റെ ശിക്ഷ എന്നൊക്കെ പറയുന്നത് ആ ഒരു കുഞ്ഞിനെ കൊന്നതുപോലെ തന്നെ 2 കാലും പിടിച്ച് തല ഭിത്തിയിലടിച്ച് കൊല്ലണം. ജീവപര്യന്തമൊന്നുമല്ല, തൂക്കുമരം തന്നെ കൊടുക്കുന്ന ഒരു ശിക്ഷയാണിത്. വെറും മാസങ്ങൾ മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കാമുകനൊപ്പം ജീവിക്കാനായിട്ട് ഭിത്തിയിലടിച്ച് കൊന്നിട്ട് പോയിരിക്കുന്നു. ഈ പറയുന്ന കുഞ്ഞിനെ നോക്കാനായിട്ട് ഉള്ള യാതൊരു ആവശ്യവും ഈ പറയുന്ന അമ്മക്കില്ല. ഈ പറയുന്ന കുഞ്ഞിനെ സംരക്ഷിക്കാനും ആ ഒരു കുഞ്ഞിനെ നോക്കാനുമായിട്ട് മുഴുവൻ മനസ്സോടെ നിൽക്കുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു. ആ ഒരു അച്ഛനെ ഏൽപ്പിച്ചിട്ട് എവിടെ വേണമെങ്കിലും പൊക്കൂടെ, കാമുകനൊപ്പോ ആർക്കൊപ്പം വേണമെങ്കിലും പോയി ജീവിച്ചൂടെ? ആ ഒരു കുഞ്ഞിനെ കൊല്ലേണ്ട എന്താവശ്യമുണ്ട്? എന്തൊക്കെയാണെങ്കിലും നമ്മുടെ നിയമത്തിനെ സമ്മതിച്ചേ പറ്റൂ. ഇത്തരത്തിലൊരു എന്താ പറയുക, ഇത്തരത്തിലൊരു തെണ്ടിത്തരം കാണിച്ച ഒരു പെണ്ണിനെ ജീവപര്യന്തം കൊടുത്ത് ഇനിയിപ്പോൾ നമ്മുടെ സർക്കാർ ചെലവിൽ നാട്ടുകാരുടെ പൈസക്ക് എല്ലാ ആഴ്ചയും ഈ പറയുന്ന ചോറും മീൻകറിയും ബിരിയാണിയൊക്കെ കൊടുത്ത് താലോലിച്ച് മുന്നാരിച്ച് നോക്കി 10-14 കൊല്ലം കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ഇറങ്ങി ഇതുപോലത്തെ തെണ്ടിത്തരം വീണ്ടും കാണിക്കും. കൊള്ളാം.